ജയലളിതയ്ക്ക് ഭാരതരത്ന നൽകണമെന്ന് അണ്ണാ DMK രാജ്യസഭയിൽ ധനപാൽ MPയാണ് ആവശ്യം ഉന്നയിച്ചത്. I rise to urge the government of India to consider confirming the Bharat Ratna, nation's highest civilian honor, upon the former Chief Minister of Tamil Nadu, Puratti Thalavi Dr. J. Jayalalitha, whose life and works were dedicated to the people. Dr. Jayalalitha was a transformational leader who combined compassion with administrative efficiency and political courage. From a distinguished career in cinema, she rose to serve Tamil Nadu as Chief Minister for multiple terms, earning the trust and affection of millions, particularly women, poor and marginalized communities. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും അനൂപ് ദാസ് ചേരുന്നു. അനൂപ്, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു രാഷ്ട്രീയ വഴി കൂടിയായിട്ടാണോ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? രാഷ്ട്രീയ വഴിയാണ്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം 2 മാസത്തിനപ്പുറം തിരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വലിയ വിഭാഗം ജനങ്ങളുടെ പ്രധാനപ്പെട്ട അവർ ആരാധിക്കുന്നതെന്നുൾപ്പെടെ പറയാൻ കഴിയുന്ന ആളാണ് ജയലളിത. ആ ജയലളിതയ്ക്ക് ഭാരതരത്ന നൽകണം എന്നാവശ്യപ്പെടുന്നതിലൂടെ വലിയ വിഭാഗം ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിയും എന്നാണ് അണ്ണാ DMK കരുതുന്നത്. മാത്രമല്ല NDAക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. എന്നാൽ ഇപ്പോഴുള്ള അണ്ണാ DMK നേതൃത്വത്തിൽ വലിയ വിശ്വാസമില്ലാത്ത, അവരെ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യുന്നത് ജയലളിതയുടെ പേരിലാണ്, അല്ലെങ്കിൽ MGRന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ജയലളിതയെ ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് പിടിച്ച് മുന്നോട്ട് പോകാമെന്നൊരു ചിന്ത അണ്ണാ DMKക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ജയലളിത തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം അണ്ണാ DMK ഉന്നയിക്കുന്നത്. ശരി, എന്തായാലും ആവശ്യം ഉന്നയിക്കുന്ന സമയം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. വരാൻ പോകുന്ന മാസങ്ങളിൽ തമിഴ്നാടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഈ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുക, വോട്ടിനുള്ള വഴിയാക്കി ഇതിനെ മാറ്റുമോ നമുക്കറിയില്ല. എന്തായാലും കാത്തിരിക്കാം. അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.